ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഇല്ലം പറഞ്ഞൊരു തറവാട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇല്ലത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, പക്ഷെ അത് യൂസിങ് അല്ല. ഇല്ലം ഹെറിറ്റേജ് ബംഗ്ലാവ് എന്നാണ് പേര്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഗൈസ്. മരങ്ങളും ചെടികളും, ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഇഷ്ടം പോലെ കാർ പാർക്ക് ചെയ്തിടാം. ഇതവിടെ വേണമെങ്കിൽ ഇവിടെ ഒന്നും കൂടി ഇടാം, സ്ഥലമുണ്ട്. അവിടെ ഒരു വണ്ടി ഇട്ടുണ്ട്, മെയിൻ കാർ പോർച്ച്. പിന്നെ ഇവിടെ ഒരു വണ്ടി ഇട്ടുണ്ട്. മൊത്തം മരങ്ങളും ചെടികളും ആണ് ഇവിടെ. ഫുള്ള് അടിപൊളിയായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഓണറിൻ്റെ ഡ്രീം ഹോമായിരുന്നു. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു ഓഫീസ് റൂം ഉണ്ടാവില്ല. ഇതാണ് എൻട്രൻസ്. ഇവിടെ ഒരു ചാരി കസേരയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ സിറ്റ് ഔട്ട് ഉണ്ട്, ഇവിടെ ഒരു കൊച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് അടിപൊളി മരങ്ങളും ചെടികളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. പിന്നെ നടുക്കൊരു നടുമുറ്റമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിനധികം പഴയ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് അങ്ങനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നത്. വെട്ടുകല്ലാണ്, വെട്ടുകല്ല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. സുഖമായിട്ട് ഒരു 6 പേർക്കൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഫുഡ് അടിക്കാം. പിന്നെ ഇതൊരു ഷെൽഫ്. പിന്നെ ഇതാണ് നമ്മുടെ അടുക്കള. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയൊരു അടുക്കള തന്നെയാണ്. അത് സിറ്റ് ഔട്ടേക്കുള്ള ഒരു വഴി, സിറ്റ് ഔട്ടല്ല വർക്ക് ഏരിയക്കുള്ള വഴി. ഇത് ഫ്രിഡ്ജ്, എല്ലാം വർക്കിംഗ് ആണ്. പ്ലേറ്റ് ഉണ്ട്, കപ്പുണ്ട്, വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിതൊരു ഇല്ലം ഫുള്ളായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലി ഒരു 7-8 ഒരു 4-5 ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുടുംബത്തോടെ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ വീടിൻ്റെ നടുക്കന്നെ ഒരു നടുമുറ്റമുണ്ട്. മഴ പെയ്താൽ കറക്റ്റ് നടുക്കന്നെയാണ് വീഴുക. ഇതൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ മാമനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. പിന്നെ അതൊരു കമ്പ്രാന്തൽ, അങ്ങനെയാണ് അതിനെ പറയുക. പിന്നെ ഇവിടെ ചെടികളും. മഴ പെയ്യുമ്പോഴാണ് ഇവിടെ ഗൈസ് അടിപൊളി. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ കുറേ പഴയ സാധനങ്ങളെല്ലാം അവർ കളക്ട് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വേറെ റൂമാണ്. അടിപൊളി വലിയൊരു റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്, മൊത്തം 4 റൂമുണ്ട്. ഇപ്പോൾ റൂമിൻ്റെ 2 സൈഡിൻ്റെ ഡോറിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ നടുമുറ്റമാണ് നടുക്ക്. മഴ പെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ നടുമുറ്റം കഴിഞ്ഞു, 2 റൂമും കാണിച്ചു. പിന്നെ ഇവിടെ ഡൈനിങ് ഹാള്,
ഇനി മേലെയും 2 റൂമുണ്ട്. മേലെയാണ് ഇനി 2 റൂമുള്ളത്. നമുക്ക് മേലെ വരെ ഒന്ന് പോയി കാണിച്ചു തരാം. ഇതൊക്കെ പഴയ സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ചെടിയുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്, അതായത് ഒരു ഫോട്ടോസ് ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ഒക്യുപ്പൈഡ് ആണ്, അതുകൊണ്ട് കാട്ടാൻ പറ്റില്ല. ഇവിടെ കാണിച്ചു തരാം. ഇതാണ്, ഇതേപോലെ തന്നെയാണ് കറക്റ്റ് 4 റൂമും ഇവിടെ ഉള്ളത്. മേലെ 2 റൂം AC ആണ് ഗൈസ്. വലിയൊരു കട്ടിലും ഉണ്ട്, AC യും ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇത് മാത്രമല്ല, മൊത്തം 4 ബെഡ്റൂമും ഭയങ്കര സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ കബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗൈസ്, ഇവിടുന്ന് വെറും 1 കിലോമീറ്ററേ ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തേക്ക്. ഈ വീട് ഇതുവരെ വ്ളോഗിൽ ഇട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മുടെ ചേട്ടൻ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ ഒരു വില്ല ഇവിടെ അടുത്തെവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തല്. അടിപൊളി ആംബിയൻസ് ആണ് ഗൈസ്, അടിപൊളി ആംബിയൻസ്. ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മുടെ നടുമുറ്റം. 4 സൈഡിൽ കൂടി വെള്ളം വന്നിട്ട് നമ്മുടെ നടുക്ക് വീഴുന്നൊരു പരിപാടിയാണ്. നമ്മുടെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ മരമാണ്. നമ്മുടെ ഓണർ അടിപൊളിയായിട്ട് തന്നെ ബംഗ്ലാവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളും ഉണ്ട്. നമുക്കിത് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ഇവിടെ ഇൻവേർട്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. നമ്മുടെ ബംഗ്ലാവ് വേറെ ലെവലാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സുഖമായിട്ട് 4-5-6 വണ്ടികൾക്ക് ഇവിടെ പാർക്ക് ചെയ്യും. ഇനിയും 2-3 വണ്ടികൾ വരാണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ കിളിക്കൂട് കാര്യങ്ങളെല്ലാം ഉണ്ട്. കിളിയില്ല. പിന്നെ ഇവിടെ ഫുള്ള് ചെടികളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിന്ന പയ്യൻ. ഗൈസ്, അപ്പോൾ വില്ലയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ആംബിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് സുഖമായിട്ട് വന്ന് സ്റ്റേ ചെയ്യാം, എത്ര ദിവസം വേണമെങ്കിലും. ഒരു ഫാമിലി പറയുമ്പോൾ എത്ര പേർക്ക് വേണമെങ്കിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെ 26 പേരുണ്ട്. 26 പേരുടെ ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഇവിടെ സെറ്റാണ്. അവർ സെറ്റാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവർ തരും. ഞാൻ എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. പിന്നെ വിസിറ്റിംഗ് കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ബൈ.